തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച ഹർജിയിൽ എറണാകുളം സബ് കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. കെ എം ഉമേഷ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഉമേഷ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. മഴയാണോ കൊച്ചിയിൽ? നല്ല മഴയുടെ ശബ്ദം കേൾക്കുന്നു. മഴയുണ്ട്. ഇന്ന് രാവിലെ മുതൽ മഴയുണ്ട്. തുടർച്ചയായി അല്ല, ഇടയ്ക്കിടയ്ക്ക് വിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, നമുക്ക് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത്, നമ്മൾ വാർത്തയിലേക്ക് വന്നാൽ സാന്ദ്ര തോമസിന്റെ ഹർജി അത് ഇന്ന് എറണാകുളം സബ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നിർണായകമായിരിക്കും കോടതിയുടെ നിലപാട്. കാരണം നാളെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതെ, യഥാർത്ഥത്തിൽ ഇന്നലെയായിരുന്നു ഈ സാന്ദ്ര തോമസിൻ്റെ ഹർജിയിൽ വിധി ഉണ്ടാവുക എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കോടതി അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. എറണാകുളം സബ് കോടതിയിലാണ് ഈ സാന്ദ്ര തോമസ് ഹർജി സമർപ്പിച്ചത്. തൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെയാണ് സാന്ദ്രയുടെ ഹർജി. ആ തള്ളിയ നടപടി അത് റദ്ദാക്കണം എന്നുള്ളതാണ് സാന്ദ്രയുടെ ആവശ്യം. പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. എന്നാൽ ബൈലോ പ്രകാരം സാന്ദ്ര ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യയല്ല എന്ന് കണ്ടുകൊണ്ടാണ് സാന്ദ്രയുടെ നാമനിർദ്ദേശ പത്രിക അന്ന് വരണാധികാരി തള്ളിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് സാന്ദ്ര എറണാകുളം സബ് കോടതിയെ സമീപിച്ചത്. ഈ ബൈലോയിൽ പറയുന്നത് പ്രകാരം 3 സിനിമകൾ സ്വന്തം പേരിൽ ചെയ്തതിൻ്റെ, അതായത് സെൻസർ സർട്ടിഫിക്കറ്റ് സ്വന്തം പേരിൽ ലഭിക്കണം 3 സിനിമകളുടെയെങ്കിലും. അത് സാന്ദ്രയുടെ പേരിൽ ഇല്ല എന്നുള്ളതായിരുന്നു വരണാധികാരി ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അത് തെറ്റാണ്. തൻ്റെ പേരിൽ ഉള്ള 3 സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി തന്നെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതുകൊണ്ട് വരണാധികാരിയുടെ നടപടി തെറ്റാണ് എന്നുള്ളതാണ് സാന്ദ്ര സബ് കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ സ്ഥിരാംഗമാവുകയും 3 സിനിമകളെങ്കിലും നിർമ്മിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. അത് താൻ പാലിച്ചിട്ടുണ്ട് എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സാന്ദ്ര തോമസും വിജയബാബുവും ചേർന്നായിരുന്നു നേരത്തെ സിനിമകൾ നിർമ്മിച്ചിരുന്നത്. ഫ്രൈഡേ ഫിലിംസ് എന്ന ബാനറിൽ ആയിരുന്നു നേരത്തെ സിനിമകൾ നിർമ്മിച്ചിരുന്നത്. 2016 തൊട്ട് സാന്ദ്ര ഈ ഫ്രൈഡേ ഫിലിംസിൽ നിന്ന് രാജിവെച്ചു. അതിനുശേഷം സാന്ദ്ര ഒറ്റയ്ക്കാണ്, സാന്ദ്ര പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് പിന്നീട് സാന്ദ്ര സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സാന്ദ്രയുടെ സ്വന്തം പേരിൽ 2 സിനിമകൾ മാത്രമേ ഉള്ളൂ, 3 എണ്ണം വേണം എന്നുള്ള വ്യവസ്ഥ ഇതിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വരണാധികാരി പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. സ്ഥിരാംഗമായ താൻ ഈ ഫ്രൈഡേ ഫിലിംസിൻ്റെ മാനേജിംഗ് പാർട്ട്ണറായിരുന്ന കാലത്ത് തൻ്റെ പേരിൽ തന്നെയാണ് സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് 3 അല്ല അതിലേറെ ചിത്രങ്ങൾ തൻ്റെ പേരിൽ ഉണ്ട് എന്നുള്ളതാണ് സാന്ദ്രയുടെ വാദം. ഈ വാദം വരണാധികാരി കണക്കിലെടുത്തില്ല എന്നുള്ളതാണ് സബ് കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത്. സബ് കോടതി ഇനി അതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നാളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെ നാളെ നടക്കാനിരിക്കുമ്പോൾ ഇന്ന് ഈ സാന്ദ്രയുടെ ഹർജിയിൽ സാന്ദ്രയ്ക്ക് അനുകൂലമായാണ് വിധി വരുന്നതെങ്കിൽ നിശ്ചയിച്ച സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താനൊരു പ്രശ്നം വരും. അതല്ലെങ്കിൽ എങ്ങനെയാണ് നടത്തുക എന്നുള്ളൊരു ആശയക്കുഴപ്പം വരും. അതല്ല, സാന്ദ്രയുടെ പത്രിക തള്ളിയാൽ നിശ്ചയിച്ച രീതിയിൽ തന്നെ നാളെ ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും. ശരി, ഏതായാലും ഇന്ന് എറണാകുളം സബ് കോടതിയുടെ നിലപാട് നിർണായകമായിരിക്കും. നാളെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെയാണ് സാന്ദ്ര തോമസ് ഹർജി നൽകിയിരിക്കുന്നത്. ഏതായാലും ആ നാമനിർദ്ദേശ പത്രിക തള്ളിയത് റദ്ദാക്കണമെന്നാണ് സാന്ദ്ര തോമസിൻ്റെ ആവശ്യം. അങ്ങനെ റദ്ദാക്കിയത് തള്ളുകയാണെങ്കിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാം. നാളെയാണ് തെരഞ്ഞെടുപ്പ്. അഥവാ അത് തള്ളി എന്നുള്ള നിലപാട് ശരിവെക്കുന്നതാണ് എറണാകുളം സബ് കോടതിയുടെ നിലപാടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ നടപടികളിലേക്കായിരിക്കും സാന്ദ്ര തോമസ് കടക്കുക.